വച്ചാക്കോള് പെരുമതിയാലേ തോന്നുന്നല്ലോളാ ചെമ്പ് എല്ലിറച്ചി മുള്ളിൽ മുഴുത്ത മത്സ്യങ്ങളൊക്കെ കഴിച്ചു. ഒരു കണക്കിനങ്ങനെ പള്ളയിലും പള്ളയിലും ഒതളഞ്ഞറിയും പോലെ അലക്കങ്ങളൊക്കെ തോന്നി തുടങ്ങുന്ന വെട്ടാപ്പടി അങ്ങോട്ടും ഇങ്ങോട്ടും കവച്ച് വച്ചു കൂടല്ലോ. കിണറ്റിലിട്ട പാള കുടിച്ചു വഞ്ചര കറ്റിക്കൂടാ. അന്നേരത്ത് കന്യാവായിരിക്കുന്നല്ലോ വെള്ളത്തിന് ദാഹമോ പിന്നെ തന്നെ വേണമെന്ന് വന്നാല് എൻ വയറ്റിൽ കിടക്കുന്ന എന്നതിനെ കേൾക്കുമ്പോ യോഗിയ പുരുഷ നല്ലച്ഛനായിരിക്കുന്നല്ലോ. കുളിമുറി ദേവാടുത്തു തോളാക്കും വിട്ടോടിയും ഉടയാലേ വഴി പോകുന്ന ഒരു നേരത്ത് മാതാവിളിയും കേട്ടപ്പുറത്തിലും പറശാലയോട് വന്നു നോക്കുക. എവിടെ വഴി പോകുന്നവിടെ വന്നിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ തനിയുടെ തറവാട്ടിൽ നിന്നായിരിക്കുന്ന മാതാവിനെ പോലെ ഒന്നല്ലയോ ഈറ്റക്കല്ല് കയറി ഞാൻ കണ്ടുപോകുന്നു. അതും ചെറുതേയുന്നതോളാകും വിട്ടുപോക്കിൽ കണ്ട് കണ്ടിക്കുന്ന നാഥനെന്ന് കിളിക്കത്തിയ മുറ്റത്തോട് ഇറങ്ങി ധാനധർമ്മദൈവങ്ങളെ വർണ്ണിച്ചു ഞാനായിരിക്കുന്നല്ലോ. പൊന്തിപ്പറമ്പിൽ വാഴുന്ന താനില്ലെന്നയുടെ വാട്ടിങ്കലെത്തും മുന്നിൽ കന്യാവതരിച്ചു പോകല്ലേ അഥവാ പ്രസവിച്ചു എന്ന് വന്നാൽ മാറ്റുമുള്ളവർ വെള്ളന്റെ കയ്യിലായിരിക്കണം. എന്റെ ഒറ്റരാശി വെള്ളി പുതുപണത്തിനും ഒന്നല്ലയോ ഓടിയാളയ്ക്കും കേടി പൊന്തിപ്പറമ്പിൽ വാഴുന്ന താനില്ലെന്നയുടെ തറവാട്ടിലേക്ക് വഴി പോരുന്നു. ഒന്നും പോകടി കിടന്ന് വഴി ചെല്ലുന്നു. യോഗ്യ അവനോട് പറഞ്ഞു വേഗം തന്നെ കൊണ്ടുവരികയാണ്. കുഴിഞ്ഞീന കിണ്ണത്തിൽ ഉൽപ്പന്ന കുത്താമാളയിൽ നിന്ന് നീര് പിടിക്കുവാനുള്ള മുൻമുഴം കയറുകളൊക്കെ കൊണ്ടുവന്ന ആട്ട് പറഞ്ഞീന വാചകം തീരും മുന്നിൽ അടച്ചു കണ്ണു തുറക്കും. മുന്നിൽ മാതാവിന് വേണ്ടുന്നുറക്കും പാരങ്ങളൊക്കെ മുതലത്തി എന്നീ വർമ്മസ്ഥാനത്ത് കൊണ്ട് ഒറ്റക്കുന്നടി വയറ്റിലെ വെള്ളി ഒഴിഞ്ഞു. ആ സ്ഥാനത്ത് കൊണ്ട് ഇറക്കി വെച്ചു വെളി പിടിച്ചുടയുമ്പോ കന്യാവിനായിരിക്കുന്ന കെട്ടുകെട്ടുകിടന്നനെ രൂപം വന്നു. തുടങ്ങുന്ന ഒരു ലക്ഷം നോക്കിയെ വിളി പകരുമ്പോ ഓരാട്ടം വെള്ളമൊന്നു വായി തുറക്കുന്നു. 2 ലക്ഷം വിളി പകരുമ്പോ ശിവനും ശക്തിയും അവൻ കൊണ്ടു കാണുന്നു. 3 ലക്ഷം വാരണി പകരുമ്പോ 100 കുടം മുടങ്ങി തീണ്ടായ്മ തോന്നപ്പെട്ട് 4 ലക്ഷം വിളി പകരുമ്പോ നാഗനാരായണ സ്വാമി ഇല്ലം പൂർവാടകം വര നൽകുന്നല്ലോ. പായത്തോടുകൂടി പ്രസവം കഴിഞ്ഞ് കാണുന്ന നേരം